നസ്രിയയ്ക്ക് ഇത് എന്തു പറ്റി? സുഖമില്ലെന്നാണോ? ഫഹദ് എവിടെ? മാനസികമായിട്ടും തകർന്നു പോയതായി വെളിപ്പെടുത്തി നടി. ക്യൂട്ട് സുന്ദരിയായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടി നസ്രിയ നസീം സൂക്ഷ്മദർശിനി എന്ന സിനിമയിലൂടെയാണ് കഴിഞ്ഞ വർഷം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ഏറെ കാലത്തിനു ശേഷം നസ്രിയ മലയാളത്തിൽ അഭിനയിച്ച സിനിമയായിരുന്നു. ഏറെ പ്രേക്ഷക പ്രശംസ നേടിയ ചിത്രത്തിലൂടെ ഗംഭീര പ്രകടനമാണ് നടി കാഴ്ചവെച്ചത്. ഈ സിനിമയിലെ പ്രകടനം വിലയിരുത്തി 2024 ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരവും ലഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഈ അവാർഡുകൾ പ്രഖ്യാപിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സിനിമയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നുമൊക്കെ മാറി നിൽക്കുകയായിരുന്നു നടി. അതിന് കാരണം ജീവിതത്തിലെ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് നസ്രിയ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് തന്റെ അവസ്ഥയെക്കുറിച്ച് നടി സംസാരിച്ചത്. നസ്രിയയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എല്ലാവരും നന്നായി ഇരിക്കുകയാണെന്ന് കരുതുന്നു. ഈ നിമിഷത്തിൽ നിങ്ങൾ എല്ലാവരെയും ചെറിയൊരു ശ്രദ്ധ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി എൻ്റെ അസാന്നിധ്യം നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സജീവമായൊരു സംഘടനയിലെ അംഗമാണ് ഞാനും. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇമോഷണലായിട്ടും വ്യക്തിജീവിതത്തിലെ വെല്ലുവിളികളും ഒക്കെയായി വളരെ ശ്രമകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നിലവിലും അതേ അവസ്ഥ തുടരുകയാണ്. എൻ്റെ 30ാമത്തെ പിറന്നാളും ന്യൂ ഇയറും സൂക്ഷ്മദർശിനിയുടെ വിജയവും അടക്കം മറ്റ് പ്രധാനപ്പെട്ട നിമിഷങ്ങളൊന്നും ആഘോഷിക്കുവാൻ പോലും സാധിക്കാതെ പോയതും ഈ കാരണം കൊണ്ടാണ്. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അവരുടെ ഫോൺ കോളുകൾ എടുക്കുകയോ അവരുടെ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുകയോ ഞാൻ ചെയ്തില്ല. ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ ഉണ്ടായ ആശങ്കകൾക്കും വിഷമങ്ങൾക്കും ഈ അവസരത്തിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ പൂർണ്ണമായിട്ടും നിശ്ചലമായ അവസ്ഥയിലായിരുന്നു. എന്നെ ജോലിക്ക് വേണ്ടി വിളിക്കുവാൻ ശ്രമിച്ച സഹപ്രവർത്തകരോടും അവർക്ക് ഞാനുമായി കണക്ട് ചെയ്യുവാൻ സാധിക്കാത്തതിനും ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഇതിനിടയിലും പോസിറ്റീവായിട്ടാണ് എനിക്ക് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടിക്കുള്ള അംഗീകാരം ലഭിച്ചതും. ഇത് ശരിക്കും ത്രില്ലടിപ്പിച്ച കാര്യമായി. ഈ സമയത്ത് എന്നെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്തതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. എനിക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു വരണമെങ്കിൽ കുറച്ച് സമയം കൂടി വേണം. ഞാനിപ്പോൾ സുഖം പ്രാപിക്കുന്നതിൻ്റെ പാതയിലാണെന്ന് മാത്രം അറിയിക്കുകയാണ്. ഞാൻ പെട്ടെന്നൊരു നിമിഷം അപ്രതീക്ഷിതമായതിൽ പകച്ചുപോയ എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ആരാധകർക്കുമൊക്കെ കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു എഴുത്തുമായി വന്നിരിക്കുന്നത്. എല്ലാവരോടും സ്നേഹമുണ്ടെന്നും വൈകാതെ നമുക്ക് വീണ്ടും കൂടിച്ചേരാമെന്നും നിർത്താതെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണകൾക്ക് നന്ദി എന്നും പറഞ്ഞാണ് നസ്രിയ എഴുത്ത് അവസാനിപ്പിക്കുന്നത്. അതേസമയം നസ്രിയയെ ഇത്രത്തോളം തകർക്കുവാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഫഹദുമായിട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരോഗ്യപരമായി നസ്രിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇത്രത്തോളം തകർന്നു പോകുവാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഉള്ളതെന്നും വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും തുടങ്ങി പല സംശയങ്ങൾക്കും നടിയുടെ പോസ്റ്റ് കാരണമായി. കഴിഞ്ഞ ഡിസംബറിന് ശേഷം സോഷ്യൽ മീഡിയയിലും നടി ആക്റ്റീവായിരുന്നില്ല. ഇതൊക്കെ പലതരം അഭ്യൂഹങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് ഇപ്പോൾ.